ചേട്ടാ എന്താണ് അകത്ത് ചേട്ടൻ എക്സ്ട്രാ ചെയ്ത കാര്യങ്ങളൊക്കെ എന്താണ് ഈ വണ്ടിയുടെ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് മാറിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് മൊത്തം മാറി. ഇത് ലാൻഡ് ക്രൂസറിന്റെ സ്റ്റിയറിംഗ് ആണ്. ലാൻഡ് ക്രൂസറിന്റെ സ്റ്റിയറിംഗ്. ഇത് മാറാൻ ചേട്ടൻ എത്ര കോസ്റ്റ് വന്നിട്ടുണ്ടാവും? എനിക്കിത് 38 രൂപയായി. 38,000 രൂപ സ്റ്റിയറിംഗിന്. ഇത് അവിടെ കമ്പനിയിലുള്ള മാറി ഷോറൂമിൽ? അല്ലല്ല, ഞാൻ വരുത്തിച്ചാണ്. മറ്റേ ഗൾഫിൽ നിന്ന്? ദുബായിൽ നിന്ന് വരുത്തിച്ചാണ്. ഓക്കെ. പിന്നീട് ചെയ്ത കാര്യം വന്നിട്ടൊക്കെയാണ് പിന്നെ ഇതൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഡാഷും കാര്യങ്ങൾ വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ RPM മീറ്റർ, പില്ലർ മീറ്റർ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കമ്പനി സംഭവം തന്നെ. സൗണ്ട് സിസ്റ്റം അതൊക്കെ കമ്പനി തന്നെ. നോബ് മാറിയിട്ടുണ്ട്. അത് ഏതിന്റെയാണ്? പിന്നെ RPM മീറ്റർ എന്ന് പറഞ്ഞാൽ ഈ 3 മീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിന്റെ RPM ഉണ്ട്, വാട്ടർ ഉണ്ട്. ഇത് മുകളിലത്തെ RPM. അടിയിലത്തെയോ? ബാറ്ററി. മറ്റേത് വാട്ടർ. വെള്ളം. ഇത് നമ്മൾ എങ്ങനെ ഇത് കണക്ഷൻ കൊടുക്കുന്നത്? എങ്ങനെ ഇതിൽ സംഭവമൊക്കെ അത് ഒന്ന് കാണിച്ചു ചേട്ടാ. മുകളിൽ 5 സ്റ്റാർട്ട് ആക്കിയിട്ട് ചെയ്ത് കറങ്ങും. അപ്പൊ ഇത് എവിടെ ചെയ്ത് ഈ സംഭവം? തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂർ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. സാധാ കാറിലേക്കൊക്കെ ഇത് ചെയ്യാം. ഓക്കെ. ഇത് എന്താ പറഞ്ഞത്? ബാറ്ററിയുടെ. അപ്പൊ ഈ സംഭവം ഇവിടെയും കാണിക്കില്ല ചേട്ടാ? ഇല്ല, ഇതിൽ ബാറ്ററി ഒന്നും വരുന്നില്ലല്ലോ. മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. RPM മാത്രമേ കാണിക്കുള്ളൂ. ബാറ്ററിയുടെ നമ്മളപ്പോ എങ്ങനെയായിരിക്കും അറിയാൻ പറ്റുക? ഇത് ആ ചിഹ്നത്തും പറഞ്ഞോളൂ. അവിടെ ചിഹ്നല്ലേ ബാറ്ററിയുടെ? ഇല്ല, അത് മറ്റേ ലൈറ്റ് ഇത് കിടത്തുന്നുള്ളൂ. അത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് വരുമ്പോൾ കാണിച്ചു കൊടുക്കും. വെള്ളത്തിന്റെ കറക്റ്റ് കാണിക്കും. നമുക്ക് ഇത് ചെയ്യാനൊക്കെ എത്ര ചെലവ് വന്നിട്ടുണ്ട് ചേട്ടാ? അന്ന് ഈ പില്ലർ മീറ്ററിന് 7,500 രൂപ വരുന്നുണ്ട്. ഈ 3 സാധനം കൂടിയിട്ട്? പിന്നെ അത് അന്ന് ചെയ്യാൻ 2,300 മൊത്തം. അത് ക്യാമറ, ഡാഷ് ക്യാമറ ഉണ്ട്, DVR ഫ്രണ്ട് ഉണ്ട്, ഉള്ളിലുണ്ട്, ബാക്കിൽ ക്യാമറ ഉണ്ട്. ചേട്ടാ അപ്പൊ നമുക്ക് ഈ സംഭവം ഈ സാധനം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ചേട്ടാ യൂസിംഗ് ഒക്കെ എങ്ങനെയാണ്? നമുക്ക് മൊബൈലിൽ തന്നെ കാണാം. പിന്നെ അതിൽ മെമ്മറി കാർഡ് ഉണ്ട്. അതിൽ 15 ദിവസം കഴിയുമ്പോൾ അത് ഇതായി പോകും, ഓട്ടോമാറ്റിക്. നമുക്കത് അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് വേണമെങ്കിൽ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് ആൻഡ്രോയിഡ് കയറ്റിയിട്ടുള്ളതാണ്. ഇതൊക്കെ എങ്ങനെ ചെലവെന്ന് സംഭവം? ഇതിന് 7,500 രൂപ വരുന്നത്. പിന്നെ അതിന്റെ കണക്ഷൻ കാര്യങ്ങൾക്ക് ഇതിലേക്കും കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഔട്ട് മാത്രമേ ഇതിലുള്ളൂ. ഓഡിയോ നമുക്ക് പഴയ സെറ്റ് ലൈനാണ്. സൗണ്ട് ഇതിൽ തന്നെയാണ്. അത് നോർമലി സെറ്റാണ്. പെൻ ഡ്രൈവ് കിട്ടുന്നത്. നമുക്ക് ആൻഡ്രോയിഡ് കയറ്റുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കുറവായിരിക്കും സെറ്റിൽ വരുന്നത്, സൗണ്ട് വരുന്നത്. അപ്പോൾ ആ ക്ലാരിറ്റി നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ഓഡിയോ ഔട്ട് മാത്രം ഇതിൽ പഴയ സെറ്റിലേക്ക് കൊടുത്തു. അത് ഈ ക്ലേസറാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതനുസരിച്ച് അതിൻ്റെ ഇത് മാറണമെന്ന് മാത്രം. അതെല്ലേ? സൗണ്ട് സിസ്റ്റത്തിന്റെ പാട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൽ സെൻസറിങ് ചെയ്യുന്നുണ്ട്. അതും ചെയ്യും. അത് ശരി. അപ്പൊ നമുക്ക് ഈ ക്ലേസർ എന്ന് പറയുമ്പോഴേ ഇത് ഇങ്ങനെ ആൾക്കാരെ വെറുതെ പിടിച്ച് ഇത് ചെയ്യും. പിന്നെ നമുക്ക് വേറെ അങ്ങനെ പുതിയ വ്യത്യാസങ്ങളൊന്നും വരുത്തില്ല. സൺറൂഫ് കയറ്റി. അത് ശരി. ഇത് ഏത് വണ്ടിയാണ് ചേട്ടാ? ഓപ്പൽ ആസ്ട്ര ക്ലബ്. അത് ശരി. അത് നമുക്ക് എങ്ങനെ ചെലവ് ചേട്ടാ? ഇത് 25 രൂപ ഈ സൺറൂഫിന് വരുന്നുണ്ട്. 25,000 രൂപ. ഒരു മിനിറ്റ്. ഓപ്പൽ ആസ്ട്രയുടെ ഇത് എവിടെ കൊണ്ട് ചേട്ടാ ചെയ്ത? തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂർ വിട്ടൊന്നും പോയിട്ടില്ല. ചേട്ടാ ഒന്ന് പൊക്കി കാണിക്കാൻ പറ്റും ഓപ്പൺ ആക്കിയിട്ട്? ഓപ്പൽ ആസ്ട്രയുടെ ചെയ്തു. ചേട്ടാ നമുക്ക് ഈ സാധനം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് നമുക്ക് ഇത് ചെയ്തപ്പോൾ എക്സ്ട്രാ ചെയ്യുമ്പോൾ ലീക്കിംഗ് ഒക്കെ വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ അങ്ങനെയൊക്കെ? ഇപ്പൊ കേട്ടിട്ട് 4 വർഷം കഴിഞ്ഞു. ഇതൊരു വിഷയമുണ്ടായില്ല. അത് ശരി. അപ്പൊ നമുക്ക് ഇത് അന്ന് 25,000 രൂപ സാധനത്തിന് വന്നിട്ടുണ്ട്. 10,000 രൂപ നമുക്ക് ഇത് വന്നു. അപ്പൊ 35 രൂപ. പിന്നെ നമുക്ക് ഇത് എടുക്കാൻ പോയ ചെലവൊക്കെ കൂടിയിട്ട് 45 രൂപ മൊത്തം. പിന്നെ ഇത് ദുബായിൽ നിന്ന്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ദുബായിൽ നിന്നാണ്. ഇത് ഞാൻ ആദ്യം കണ്ടിട്ടുള്ള ഈ അറബികളിലെ പ്രാഡോയിലേക്കാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ അവരെന്ന് അവിടുന്ന് വരുത്തിക്കുന്നതാണ് അതൊക്കെ. ഇത്തിരി ചൂട് ചൂടുണ്ടാവും. പിന്നെ ഇത് ഇരിക്കാനൊരു സുഖമാണ്. വാഷബിൾ ആണത്. പിന്നെ ബാക്കിലേക്ക് പറയുകയാണെങ്കിൽ നമ്മള് കമ്പനി കമ്പനി തന്നെയാണ്. കമ്പനി സീറ്റ് കവർ അല്ല, ഈ കളറ് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ചേട്ടൻ വേറെ അടിച്ചു സ്റ്റോക്ക്. പിന്നെ എല്ലാ ഹെഡ് റെസ്റ്റിലും TV ഉണ്ട്. അതെല്ലേ? ഓക്കെ. അപ്പൊ ചേട്ടാ ഇത് എല്ലാത്തിലേക്കും കണക്ഷൻ എവിടെ നിന്ന് പോണേ? ടിവിയുടെ ഒക്കെ ഫ്രണ്ടിൽ നിന്ന് ഇവിടെ തന്നെയാണ് വരുന്നത്. സീറ്റിലുണ്ട്, അതിലുണ്ട്. ചേട്ടാ എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ എത്ര ചെലവെന്ന് ചേട്ടാ? ഇതങ്ങനെ നമുക്ക് ചെലവ് നോക്കാം. ഇതൊക്കെ ഒരു ആഗ്രഹത്തിൽ ചെയ്യുന്നതല്ലേ. അപ്പൊ അതില് കാശിന്റെ കാര്യം ചേട്ടാ നല്ല രീതിയിൽ പൈസ നോക്കാണ്ട് തന്നെ ചെയ്യണത്. അതെ. ഇനി ചേട്ടാ എങ്ങനെയാണ് പുതിയ ഐറ്റംസ് എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ട്. ഇനി ഏതാണ് അടുത്ത പ്ലാൻ? നെക്സ്റ്റ് ചേട്ടൻ്റെ പ്ലാൻ പറഞ്ഞു. ഇതിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് സെറ്റ് ചെയ്തിട്ടില്ല.
ഫ്രിഡ്ജ് നമുക്ക് എവിടെ വെക്കാൻ പറ്റും? ബാക്കിൽ വെക്കാൻ പറ്റും. അത് എത്ര സ്പേസ് വരുന്ന ഫ്രിഡ്ജാണ് ചേട്ടാ? അതിൽ 12 ലിറ്റർ കൊള്ളാവുന്ന 12 ബോട്ടിൽ 1 ലിറ്ററിന്റെ ബോട്ടിൽ 12 കൊള്ളാവുന്ന ഫ്രിഡ്ജാണ്. നമുക്ക് എന്തിന്റെ വണ്ടിയുടെ ആയിരുന്നത്? എങ്ങനെയാണ് സംഭവം? അല്ല, അത് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഏത് വണ്ടിയിലെന്ന് എനിക്കറിയില്ല. അത് ഞാൻ അടുത്ത ചേട്ടൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചേട്ടൻ ഓരോ ഇതുകൾ കഴിയുന്നതോറും ഓരോ സംഭവം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ചെയ്ത് നല്ല കാര്യം. അങ്ങനെ തന്നെ വരും. വണ്ടി പ്രേമികൾ പിന്നെ പൈസ ഒന്നും നോക്കില്ല, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, നല്ല രീതിയിൽ ചേട്ടൻ ഇനിയും പുതിയ പ്ലാനുകൾ നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് വരട്ടെ. അപ്പോൾ ചേട്ടാ ഓക്കെ. അപ്പോൾ ചേട്ടാ, ഈ വണ്ടി വർഷാവർഷം ടാക്സ്, ഇൻഷുറൻസ്, അതുപോലെ ഡീസൽ, മെയിൻ്റനൻസ്, ചേട്ടൻ്റെ പണിക്കാശ് ഇതൊക്കെ വരുമ്പോൾ ചേട്ടൻ ഈ ടാക്സി പരിപാടി എങ്ങനെയാണ് ചേട്ടാ? ടാക്സി പരിപാടി എന്ന് പറയുമ്പോൾ ഇത് മാത്രമായിട്ട് ഇന്നത്തെ കാലത്ത് കുടുംബം കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ രീതിയിലൊക്കെ കൊണ്ട് നടക്കുകയാണെങ്കിൽ. ഈ രീതി വണ്ടി നല്ല സംരക്ഷിക്കുന്നുണ്ട്. യെസ്. പിന്നെ നമുക്ക് വേറെ പരിപാടികളുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇപ്പോൾ ഒരു കോളിസ് വെച്ചിട്ട് ഇപ്പോൾ ടാക്സി മാത്രമായിട്ട് ഓടിച്ചപ്പോൾ നല്ല ഓട്ടം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ചേട്ടൻ പറയുന്നത്. ഇപ്പോൾ 15 വർഷം കഴിഞ്ഞ വണ്ടികൾക്ക് ഗ്രീൻ ടാക്സ് ഉണ്ട്. പിന്നെ ടെസ്റ്റ് ഭയങ്കര ഇഷ്യൂ ആണ്. ഇപ്പോൾ 20 വർഷം കഴിഞ്ഞ വണ്ടികൾക്ക് ഇപ്പോൾ എല്ലാം കോളേജ് എല്ലാം 20 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടികൾക്ക് അവരെ പണ്ടത്തെ പോലെ ഓടിച്ചെന്ന് കാണിക്കൽ നടക്കില്ല. A to Z എല്ലാം നോക്കിയിട്ടാണ് ഒരു പെയിൻറ്റിങ് ചെറിയൊരു ഇതുണ്ടെങ്കിൽ പോലും അതെല്ലാം ക്ലിയർ ചെയ്ത് വേണം. അപ്പോൾ എത്ര ഓട്ടണം എന്ന് പറഞ്ഞാലും പഴയ വണ്ടിയാകുമ്പോൾ മെയിൻ്റനൻസ് കൂടുള്ളൂ. പുതിയ വണ്ടികൾക്ക് പിന്നെ അത്രയും പ്രശ്നമില്ല. അപ്പോൾ അവർക്ക് മെയിൻ്റനൻസ് കുറവാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് കുഴപ്പമില്ല. നമുക്ക് പഴയ വണ്ടികൾ എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാവരും ഇതുപോലെ കൊണ്ടു നടക്കണമെന്നില്ല. അപ്പം എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ല. പക്ഷേ വണ്ടിനെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ അപ്പാപ്പ പണികൾ അപ്പാപ്പ ചെയ്ത് പോകണം. ചിലവർക്കത് പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ടാക്സും ഇതൊക്കെ വണ്ടിക്ക് ഇത് പ്രശ്നം തന്നെയാണ്. ചേട്ടൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പോകുന്നു. ഈ വണ്ടിയോടുള്ള പാഷൻ ഉള്ളതുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ പച്ചക്കോളിസ്, അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ പച്ചക്കോളിസ് ആ സമയത്ത് ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയാണ്. ടോപ്പ് മോഡൽ. ചേട്ടാ, അപ്പോൾ ഈ കളറില്ലേ, ഇത് ശരിക്കും പച്ചയാണോ? ഇത് പീക്കോക്ക് എന്നാ പറയാ. ഈ കളർ പീക്കോക്ക്. അപ്പോൾ ചേട്ടൻ ഈ പച്ചയിൽ നിന്ന് മാറേണ്ട സാഹചര്യം? നമ്മൾ ഇത് പെയിന്റ് ചെയ്തിട്ട് 10 വർഷമായി ഇപ്പോൾ റീപെയിന്റ് ചെയ്തിട്ട്. അപ്പം അന്നൊരു വെറൈറ്റി എല്ലാം പച്ചകളാണ്. അപ്പം അതിനൊരു വെറൈറ്റി മാറി പിടിക്കാൻ വെച്ചിട്ട് കളറിലേക്ക് പോയതാണ്. അപ്പോൾ നമുക്കത് ഈ പുസ്തകത്തിൽ ആ കളർ മാറേണ്ട വന്നോ? ഇല്ല, അത് ഗ്രീൻ തന്നെയാണ്. അതുകൊണ്ട് ആ വിഷയമില്ല. പിന്നെ ചേട്ടാ, ഈ വണ്ടി എത്ര വർഷമായിട്ട് ചേട്ടൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഞങ്ങൾക്ക് ഇത് ടാക്സ് ആണ്, കൊല്ലത്തിൽ ടെസ്റ്റാണ്. കൊല്ലത്തിൽ ചെയ്യണം. ഓ, മറ്റേ 15 ഇതുപോലെ എല്ലാ വർഷവും ടെസ്റ്റാണ്. ചേട്ടൻ ഈ വണ്ടി കൊണ്ട് ചെന്ന ബുദ്ധിമുട്ടില്ലല്ലോ, അപ്പനെ പാസ്സാവൂല്ലേ? അതൊന്നുമില്ല, കുറെ കഴിക്കണം. അപ്പൊ ചേട്ടൻ ഒരു വലിയൊരു ഇതാണല്ലോ. പിന്നെ അത് എന്തൊക്കെ ചേട്ടൻ അയക്കേണ്ടി വരാറ് സാധാരണ? ഈ സ്റ്റീൽ പൈപ്പ് അഴിക്കേണ്ടി വരും. സ്റ്റീൽ സൈഡിലെ ഇത് പിന്നെ ഫ്രണ്ടിലെ ലൈറ്റുകൾ കഴിക്കണം. ലൈറ്റുകൾ വെച്ചാലേ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള വണ്ടികളിലെ അപ്പം നമുക്ക് ഈ കമ്പനി ലൈറ്റ് വെച്ചിട്ട് ഓടിക്കാൻ പറ്റില്ല. ഹൈ റേഞ്ചൊക്കെ പോകുമ്പോൾ ഇത് പഴയ അന്ന് ഒരു 20 വർഷം മുന്നേ ഉള്ള ആ സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ ആ ലൈറ്റിൻ്റെ പവർ വെച്ചിട്ട് നമുക്ക് ഇപ്പോഴത്തെ ഇതിൽ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ പറയും, വെഹിക്കിളായാലും പോലീസുകാരുടെ നമുക്ക് കണ്ണ് കാണാൻ പറ്റില്ല. അത്രയും ബുദ്ധിമുട്ടാണ്. പിന്നെ എതിരെന്ന് പറഞ്ഞ വണ്ടികൾ, ഇപ്പോൾ വരുന്ന വണ്ടികളുടെ ലൈറ്റുകൾ പിന്നെ ഔട്ടോ സ്റ്റേഷൻ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഡിം എന്ന് പറഞ്ഞ സാധനം അവിടെ ആരും തരില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കണ്ണ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈറ്റ് ഇല്ലാണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ലൈറ്റ് വെച്ചിട്ടുള്ളത്. അത് ഇല്ലീഗലാണെന്ന് നമുക്കറിയാം, എന്നാലും വേറെ നിവൃത്തിയില്ല. അങ്ങനെ പറയുമ്പോൾ അവരെങ്ങനെയായിരിക്കും അവരുടെ ഒരു കുറേ പേര് പറയാം കവറിടുക, പിന്നെ നീ ആ റേഞ്ച് പോകണമെന്നുണ്ടെങ്കിൽ മാത്രം അത് വെക്കുക. ഇവിടെ ടൗണിലും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാം. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് നടക്കാം. ഓക്കെ. അപ്പോൾ കോളീസ് ഡിക്ക് നമ്മൾ തുറക്കാണ്. ഇതിനൊരു ചെറിയൊരു ഇതെന്ന് പറഞ്ഞാൽ സ്പേസ് ഇല്ലായക ചേട്ടൻ എങ്ങനെയാണ് ചേട്ടൻ അലട്ടാറുണ്ടോ? സ്പേസ് ഇല്ലായകയാണ്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ സബ് ബൂഫാണ്. അത് ബൂഫർ ഇത് അഴിച്ചു വെച്ചിട്ട് നമ്മൾ ഓട്ടം പോകാറില്ല. അപ്പോൾ അതിൽ ലഗേജ് വെക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അതുള്ളൂ. പിന്നെ ഇത് അഴിച്ചു വെച്ചാലാണ് കുറച്ച് ഉണ്ടാവുള്ളൂ. അതെ അല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് വേറെ പരിപാടി ഇല്ല. അതില്ല, അത് വിരിച്ചിട്ട് ഓടണ പരിപാടി ഇല്ല. അപ്പോൾ നമ്മൾ മുകളിലേക്ക് സാധനം വയ്ക്കും. അപ്പോൾ പിന്നെ ആ പ്രശ്നമില്ല. ഇപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ലൊരു പ്രീമിയം വണ്ടി തോന്നുന്ന ഫീലാണ്. കാരണം എല്ലാത്തിലും അത് സ്ക്രീൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്റ്റും വെച്ചതേ സ്ക്രീൻ നോക്കിയാൽ മൊത്തത്തിൽ നിങ്ങൾ വണ്ടി നോക്കിയേ. ഇപ്പോൾ ടൊയോട്ട ഈ കോളിസ് നമ്മുടെ ഇന്ത്യയിൽ അവതരിപ്പിച്ചപ്പോൾ അവരുടെ പരസ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വണ്ടി ഉപയോഗിച്ച് നോക്ക് എന്നായിരുന്നു. അപ്പോൾ ഉപയോഗിച്ച് നോക്കി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നടന്നത് ചരിത്രമാണ്. അപ്പോൾ ഇതിൻ്റെ വിശ്വവിഖ്യാത ഇതിൻ്റെ ഹാർട്ട്, ഇതിൻ്റെ എൻജിനാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ എൻജിൻ റൂമിലേക്ക് ചെല്ലാം കേട്ടോ. അപ്പോൾ ഇത് ടൊയോട്ടയുടെ ലോഗോ. ഇത് കോളിസിൻ്റെ അല്ല കേട്ടോ, ലാൻഡ് ക്രൂയിസറിൻ്റെ ചേട്ടൻ കയറ്റിയതാണ്. ആൾ ഗൾഫിൽ നിന്ന് വരുത്തിച്ച് കൊണ്ടുവന്ന് കയറ്റിയതാണ്. അത്ര പക്ക സംഭവമാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ സംഭവം ഇതിൻ്റെ എൻജിൻ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സംഭവം
ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഒരു മെയിൻ്റനൻസും ഇല്ലാതെ ഓടുന്ന ഒരു എഞ്ചിൻ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കോളിസിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് കാണിക്കാൻ പോകണ്ട അതിൻ്റെ റൂം. ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ റൂം ഇട്ടാ. ഈ സംഭവം ആൾ ഇത്ര വർഷം, ഇത്ര 7 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞൊരു വണ്ടിയുടെ എഞ്ചിനാണ് നമ്മൾ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് 7 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞൊരു വണ്ടി ഇങ്ങനത്തെ കോളിസിൻ്റെ എഞ്ചിൻ കാണുന്നത് കേട്ടോ. ചേട്ടൻ ആദ്യം തന്നെ ഞാനൊരു ബിഗ് ഷെയ്ക്ക് ഹാൻഡ് തരാണ്. ഞാൻ വണ്ടിയുടെ ഉള്ളിലൊക്കെ ഇപ്പോഴാണ് ശരിക്കും കയറി കണ്ടത്. ആള് ഓരോ ദിവസം ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ എങ്ങനെയാണ് ഇനി ഈ വണ്ടി മാറിയൊരു വണ്ടി ഭാവിയിൽ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇനി വേറെ വണ്ടി ഇല്ല. ഇല്ല, ഇത് തന്നെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ ചേട്ടൻ ഇങ്ങനെ വേറെ ചേട്ടന് മറ്റ് ചെറിയ വണ്ടികളോ ചേട്ടൻ്റെ വീട്ടിലുള്ളത് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് കൂടിയിട്ടൊരു വിങ്ങർ എടുത്തിട്ടുണ്ട്. വിങ്ങർ എന്ന് പറഞ്ഞാൽ ടാറ്റ വിങ്ങർ 15 സീറ്റ്, ഇതുപോലെ ടാക്സി പരിപാടിക്ക്. വേറെ അങ്ങനെയാണ് ചേട്ടൻ പോണത്. ഇനി വേറൊരു വണ്ടിയിലേക്ക് ചേട്ടൻ ആഗ്രഹിക്കുന്നില്ല? അല്ല. അപ്പോൾ ചേട്ടൻ ഓരോ ദിവസം കഴിയും തോറും ഇതിനോടുള്ള അറ്റാച്ച്മെന്റ് എങ്ങനെയാണ് ചേട്ടാ? ഇത് ഇന്നവരെ നമ്മളിത് ചതിച്ചിട്ടില്ല. വഴിയിലേക്ക് എടുക്കുക അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ ഇപ്പം നമ്മളെത്ര ടയർഡായാലും ആൾ കറക്റ്റ് വീട്ടിൽ എത്തിക്കുമെന്ന് പറഞ്ഞൊരു വിശ്വാസമാണ് നമുക്ക്. എത്തിച്ചിരിക്കും. എത്ര ടയർഡായാലും വിഷയമില്ല, ആള് തന്നെ അങ്ങോട്ട് കൊണ്ടുവരും. ആള് നമ്മൾ വെറുതെ ഇരുന്നാൽ മതിയായാലും. അപ്പോൾ ചേട്ടന് വീട്ടിൽ ചേട്ടൻ എങ്ങനെയാണ് അംഗസംഖ്യകളൊക്കെ എങ്ങനെയാണ്? എനിക്ക് വൈഫുണ്ട്, 2 കുട്ടികളുണ്ട്. മോളുടെ പേരാണ് വൈഗ എന്നുള്ളത്. ആള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മറ്റേ നന്ദിഗ്ര സരസ്വതി വിദ്യാലയത്തിൽ പഠിക്കുന്നത്. പിന്നെ മോനാണ്, അവൻ്റെ പേര് നിരഞ്ജൻ, അവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വൈഫ് ഇപ്പോൾ വില്ലേജിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ അവൻ ചെറിയ പയ്യൻ ഇതിൻ്റെ ഉള്ളിൽ കയറി കളിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ചേട്ടാ? അവർക്കറിയാം ഞാൻ ചീത്ത പറയും, എനിക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ പിള്ളേർ ജില്ലയിലേക്ക് വരില്ല. അങ്ങനെയാണല്ലേ? നമ്മളുണ്ടെങ്കിൽ മാത്രമാണ് കയറിയുള്ളൂ. അപ്പോൾ ചേട്ടാ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇതിനെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ആരും കൈമാറ്റം ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതല്ലേ? അല്ല, വീട്ടിലതും ചെറിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ അവരെ കൂടുതൽ കയറിയതിനായിട്ടും കൂടുതൽ നമ്മൾ വണ്ടിയിലാണ്, കൂടുതലും വണ്ടിയിലാണ് എപ്പോഴും. അപ്പോൾ ചേച്ചി അല്ലെങ്കിൽ പിള്ളേർക്ക് പരാതി പറയാറുണ്ട്? അതുണ്ട്, തീർച്ചയായും. അതൊരു എന്താ പറയുക, ഒരു സൗന്ദര്യപ്പിണക്കം വരാറുണ്ട്. ഓഹോ, അപ്പോൾ ഫാമിലിയിൽ വരെ ഈ വണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ആളുടെ ഫാമിലിയുടെ ചെറിയ രീതിയിൽ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു? കോളിസിനെ സ്നേഹിച്ച് ഇനി പുതിയ കാര്യങ്ങൾക്ക് ഇതിൽ ചെയ്ത് അല്ല, നമുക്ക് ഇതേ കണ്ടീഷനിൽ ഇപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത ഒരു വണ്ടി വേറെ പുതിയതെടുക്കാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്തെ ബഡ്ജറ്റിൽ നമ്മളെ കൊണ്ട് താങ്ങില്ല. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് ഒതുങ്ങിയ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു വണ്ടി എന്തായാലും നല്ലൊരു കാര്യം. ചേട്ടാ, ഈ വണ്ടി ചേട്ടൻ പല സ്ഥലത്തും നിർത്തിയിടുമ്പോൾ എത്ര പേര് മോഹവിലക്ക് വന്ന് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്? ഒരുപാട് പേര്. നമുക്ക് ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോൾ എവിടെയെങ്കിലും പോയി നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാറില്ല. അപ്പോൾ വണ്ടിയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരും. ഇന്നിപ്പോൾ 2 പേര് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ചോദിച്ചു നിൽക്കണം. യെസ്. ഇതിന് പറയാൻ ഇതാണ് പറയണ്ട. ടോപ്പ് ഒരാൾ ഓഫർ ചെയ്ത റേറ്റ് എത്രയാണ്? ആള് 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപയ്ക്ക് ഇത് എടുക്കാം. റെഡി ക്യാഷ്. ചേട്ടനപ്പോൾ തന്നെ ഇല്ല, നമ്മളിപ്പോൾ കൂട്ടി പറഞ്ഞു 10 ലക്ഷം അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതിന് ആരും വന്നിട്ടില്ല. ചേട്ടൻ ഈ സാധനം 10 ലക്ഷം കിട്ടിയാൽ ചേട്ടൻ എങ്ങനെയാണ്? അല്ല, കൊടുക്കില്ല. ചേട്ടൻ വെറുതെ എറിഞ്ഞു നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ 10 ലക്ഷം കൊണ്ട് വരാണെങ്കിൽ ചേട്ടാ അങ്ങനെ വരില്ല നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പറയണേ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇതൊരു ഞാൻ പണ്ടത്തെ ഈ ചാലക്കുടി മാർക്കറ്റിൽ തന്നെ പോത്തും കച്ചവടം അവരൊക്കെ പറയും, ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതിനെ കൊടുക്കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുഖത്ത് നോക്കിയിട്ട് ഇല്ല എന്ന് പറയരുതെന്ന് പറയാം. ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിവാക്കി അവർ ഒഴിവാക്കുക, അല്ലെങ്കിൽ വില കയറ്റി പറയാം. അവരൊരു ഇത് ഏൽക്കാൻ പാടില്ല എന്നാണ് പറയുക. അതുകൊണ്ട് നമ്മൾ ആര് ചോദിച്ചാലും കൊടുക്കില്ല എന്ന് ഞാൻ ഇവർ പറഞ്ഞിട്ടില്ല. നമ്മൾ റേറ്റ് പറയും, റൂട്ട് മാറ്റി വിടും. അല്ലെങ്കിൽ അവർ പറയും നിങ്ങൾ എന്ത് വില തരും. അപ്പോൾ അവർ ചിലർ പറയുമ്പോൾ ഇതിന് ഇപ്പം പൊളിക്കാൻ പോണ വണ്ടിയല്ലേ, അപ്പോൾ അതിനിപ്പോൾ ഇത്ര വലിയ വിലയൊന്നുമില്ല, ഒരു 2.5 തരാം 3 തരാം. അപ്പോൾ ഞാൻ പറയും ചേട്ടൻ പറഞ്ഞ വിലയ്ക്കുള്ള സാധനങ്ങൾ ഈ വണ്ടിയുമുണ്ട്, വണ്ടിയുടെ വില വേറെ, അത് കൂട്ടിയാൽ മതി എന്ന് പറയും. പിന്നെ അവർ അങ്ങോട്ട് പൊക്കോളും, വലിയ കുഴപ്പമില്ല, അങ്ങോട്ട് പൊക്കോളും. ഓക്കെ. നമുക്ക് ഈ ചേട്ടനെ ഒരു ഡ്രൈവറല്ല, ഒരു വണ്ടിയുടെ ഉടമസ്ഥനല്ല, ഒരു വണ്ടി പ്രേമി എന്ന് പറഞ്ഞാൽ ആളിപ്പോൾ പറഞ്ഞില്ല, ആളുടെ ഫാമിലീനെ വരെ തൊടിയിക്കാറില്ല, ഫ്രണ്ട്സിനെ തൊടിയിക്കാറില്ല, നമ്മളെ വല്ല തൊടിച്ചെല്ലാം വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് ആൾക്ക് വേണ്ടത്ര ബഹുമാനം കൊടുത്ത് നമ്മൾ അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചേട്ടാ, ഈ കോളിസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വണ്ടികൾ കൊണ്ടു നടക്കുന്ന വണ്ടി പ്രേമികളോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? പഴക്കം വന്ന വണ്ടികൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോഴാണ് കംപ്ലയിൻറ്റ്സ് വരിക.
കണ്ടിന്യൂസ് പിക്കോളിസ് എന്നല്ല ഏത് വണ്ടി ആയാലും ഉപയോഗിക്കാണ്ട് എടുക്കുമ്പോൾ അത് കംപ്ലയിൻറ്റ്സ് വന്നുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് റണ്ണിങ് ചെയ്യുന്ന വണ്ടിയാണെങ്കിൽ കംപ്ലയിൻറ്റ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ചില മാസം നമുക്ക് 5000 ചില ഒരു മാസം തന്നെ നമുക്ക് ആകും കിലോമീറ്റർ ഓട്ടത്തിൽ. ഇപ്പോൾ ശബരിമല ഇപ്പോൾ ഞാൻ സീസണിൽ ഇപ്പോൾ 7 മല കഴിഞ്ഞു. ഒരു മല പോയിട്ട് വരുമ്പോൾ 400 കിലോമീറ്റർ കുറഞ്ഞത് 420 കിലോമീറ്റർ ഒരു ട്രിപ്പിലായി. 7 മല പോകുമ്പോൾ ഏകദേശം ഇനി പോകാൻ കിടക്കണം. അപ്പോൾ പഴയ വണ്ടീനെ നമ്മൾ എന്തോരം അങ്ങോട്ട് സ്നേഹിക്കുന്നു അതിനെ റിസൾട്ട് വണ്ടി നമ്മളെ സ്നേഹിച്ചിരിക്കും. യെസ്, അതിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത കാര്യമാണ്. എനിക്ക് അനുഭവമാണ് അത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കിടക്കുന്നത്. യെസ്. അപ്പോൾ എന്തായാലും ചേട്ടന് വലിയൊരു താങ്ക്സ് പറയാണ്. എന്തായാലും ചേട്ടൻ നല്ലൊരു വണ്ടി പ്രേമിയാണ്. എൻ്റെ ഇത്ര കാലത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഇത്ര നീറ്റായിട്ട് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന വണ്ടി പ്രേമിനെ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ചേട്ടനെ എന്തായാലും എല്ലാവിധ അനുഗ്രഹം ദൈവം തരട്ടെ. ചേട്ടൻ ഈ വണ്ടി ഓടിച്ച് ഇനിയും ഇപ്പോൾ 7 ലക്ഷം കഴിഞ്ഞു, അതൊരു 20 ലക്ഷം വരെ ചേട്ടന് ഓടിക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം കേട്ടോ.